ഞാനിന്നിവിടെ ഒരു ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞണ്ട് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എടുത്തതെന്ന് വെച്ചാൽ സവോള എടുത്തിട്ടുണ്ട്, 2 സവോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി. അപ്പം പിന്നെ മഞ്ഞൾ, മുളക്, ഇത്രയും ഉപ്പ്, ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ കറിവേപ്പിലൊക്കെ എന്തായാലും നമ്മൾ കറിയിലിടുമല്ലോ വെളിച്ചെണ്ണയൊക്കെ. അപ്പം ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളിയും വഴറ്റി, പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയിട്ട് അതിലേക്കാണ് ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തലേന്ന് ഒക്കെ വെട്ടി ഒക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പം പിന്നെ എടുത്തിട്ട് ഒന്നും കൂടെ കഴുകിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കും. ഇടയ്ക്ക് നമ്മളിതിങ്ങനെ ഇളക്കിയൊക്കെ നോക്കണം കേട്ടോ. ഇടയ്ക്ക് ഈ മൂടി എടുത്തിട്ട് ഒന്ന് ഇളക്കിയൊക്കെ നോക്കണം. അപ്പം നമ്മളിങ്ങനെ മൂടി വെച്ച് വേവിക്കും കേട്ടോ. അപ്പം ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ. ഇളക്കി നോക്കിയിട്ട് ഇതെന്തോന്നൊക്കെ നോക്കണ്ടേ, വെള്ളം വറ്റിയോ എല്ലാം നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അപ്പം നോക്കുമ്പം ഇതിന് വേവ് കുറവാണല്ലോ, അപ്പം വെന്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചാറ് കുറച്ച് കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ഞണ്ടിൽ തന്നെ കുറച്ച് ഗ്രേവി ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പം ഒന്നും കൂടെ മൂടി വെച്ച് ഇളക്കി വെച്ച് വേവിക്കാം. എന്നിട്ട് വെന്തോന്നൊന്ന് തിന്ന് നോക്കട്ടെ. അപ്പം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സൈഡ് കുറച്ചും കൂടെ വെള്ളം വറ്റാനുള്ളത് കൊണ്ട് സൈഡൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വാങ്ങി വെക്കാം. അപ്പം നമ്മളെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാട്ടോ. വേറെ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.